എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെന്നൈയിൽ നിന്ന് ഇപ്പം നമ്മൾ ചാലക്കുടിയിലേക്ക് ട്രെയിനിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ വന്ന് 3 ദിവസം ഇപ്പം ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് പോവാണ് ട്രെയിനിൽ. ഏകദേശം ഒരു 12 മണിക്കൂറോളം നമുക്ക് ഒരു ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് പോവാം എന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നാട്ടിൽ വന്നിട്ട് ട്രെയിനിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടി ചെന്നൈയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നലെ വൈകുന്നേരം 8 മണിക്ക് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ഈ ട്രെയിൻ രാവിലെ 7 മണിക്ക് ഇവിടെ ചാലക്കുടിയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഏകദേശം 1 മണിക്കൂറോളം വൈകിട്ടാണ് എത്തിയത്. എങ്കിലും നമ്മൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല സുഖമായിട്ട് യാത്ര ചെയ്ത് നമ്മളിവിടെ എത്തി. രാവിലെ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ടാക്സികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓട്ടോറിക്ഷയിലാണ് നമ്മൾ നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ദൂരമുള്ള വീട്ടിലേക്ക് പോകാൻ. അതുകൊണ്ട് ആ ഓട്ടോറിക്ഷയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ പോവാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോഡിൽ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീടിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റിയിട്ടോ. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് അല്ലവി സെൻറ്റർ എന്ന് പറയുന്ന ജംഗ്ഷൻ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മെയിൻ ഒരു ജംഗ്ഷനാണ് ഇത്. അതും കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നേരെ കലിക്കൽ കുന്ന് എന്ന് പറയുന്ന ആ വില്ലേജിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പണ്ട് കാലത്ത് വലിയൊരു കുന്നും പ്രദേശമായിരുന്ന ഈ ഒരു ഏരിയയാണ് കലിക്കൽ കുന്ന് എന്ന പേര് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പം ആ കുന്നും പ്രദേശമൊക്കെ ആകെ ആൾക്കാർ ഇടിച്ചു നിരത്തി ഫുള്ള് ആൾക്കാർ വീടെല്ലാം പണിത് താമസാക്കിയേക്കാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ വന്ന് നോക്കുമ്പോൾ അങ്ങനെ വലിയൊരു കുന്നും പ്രദേശമായിട്ടൊന്നും അങ്ങനെ തോന്നില്ല. പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു അട്രാക്ഷനാണ് SNDP സ്കൂള്. നമ്മളീ കാണുന്ന ഈ SNDP സ്കൂളും അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള കലിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രവും. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നമ്മൾ സാധാരണ ഒരു ഇന്നോവ കാറിൽ വരുന്ന അത്രയ്ക്ക് ലഗേജും അതുപോലെ 4 ആൾക്കാരുമാണ് ഈ ഒരു ആപ്പെ ഓട്ടോറിക്ഷയിൽ നമ്മൾ വന്നത് കേട്ടോ. എനിക്ക് ആദ്യം വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ആൾ കറക്റ്റായിട്ട് അത് പാക്ക് ചെയ്ത് സെറ്റായിപ്പോൾ എല്ലാം റെഡിയായി. ഞങ്ങൾ വന്നു. ഇപ്പം നമ്മുടെ വീട്ടിലെത്തി. ഇനി വീട്ടിൽ കയറി നമ്മളെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അതാണ് നെക്സ്റ്റ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് തുറക്കാൻ പോവാണ്. തുണി ഇവിടെ അടച്ച അമ്മ നോക്ക്. ഇവിടുത്തെ പപ്പ കുറച്ച് നാളുകളായി അടഞ്ഞു കിടക്കുകയായിരുന്ന വീട് ഇങ്ങനെ ക്ലീൻ ആക്കിയപ്പോഴാണ് നമ്മൾ ഒരു അതിഥിയെ നമ്മൾ കണ്ടുമുട്ടിയത്. ഏഷ്യൻ പാം സിവറ്റ് എന്ന് അറിയപ്പെടുന്ന മരപ്പട്ടിയെയാണ് നമുക്കവിടെ കാണാൻ പറ്റിയത്. വീട് ക്ലീനിങ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ചാലക്കുടിക്ക് ടൗണിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് മണിച്ചേരൻ്റെ ആ ഒരു സ്മൃതി മണ്ഡപം കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടേക്ക് പോയത്. ചാലക്കുടി ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക്
ഈ മണിച്ചേട്ടൻ്റെ ആ സ്മൃതി മണ്ഡപത്തിനടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ ചെന്നപ്പോൾ പണ്ട് മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഓട്ടോറിക്ഷയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു പ്രതിമയും എല്ലാം കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ്.